ഡൗസ് പ്രോസസ്സ്. ഓക്കെ, ക്ലോറോബെൻസീനെ ഫിനോളാക്കി മാറ്റാനുള്ള ഒരു റിയാക്ഷനാണെന്ത് ഇത്. ഈ പ്രോസസ്സിൻ്റെ പേരെന്താ? ഡൗസ് പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ ചെയ്യുന്നത് ക്ലോറോബെൻസീനെ എടുക്കും, അതായത് ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ Cl എന്ന് എഴുതിയ എന്താണ് ക്ലോറോബെൻസീൻ. അതിനെ നമ്മൾ NaOH ആയിട്ട് ഫ്യൂസ് ചെയ്യും. ഏത് ടെമ്പറേച്ചറിൽ? 623 കെൽവിൻ ടെമ്പറേച്ചറിലും 320 ATM പ്രഷറിലും. അങ്ങനെ എന്തുണ്ടാവും? സോഡിയം ഫിനോക്സൈഡ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടാവും ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ ONA. അതിനാണ് എന്താ പറയുക? സോഡിയം ഫിനോക്സൈഡ്. അതിനെ നമ്മൾ എന്ത് ചെയ്യും? HCl വെച്ച് അസിഡിഫിക്കേഷൻ നടത്തി എന്തുണ്ടാവും? ഫിനോൾ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് ജസ്റ്റ് റിയാക്ഷൻ മോഡിൽ പറയാം. ക്ലോറോബെൻസീൻ ഈസ് ഫ്യൂസ്ഡ് വിത്ത് NaOH at 320 ATM and 623 Kelvin form sodium phenoxide which on acidification form phenol. നിങ്ങൾ അടിയിലത്തെ റിയാക്ഷൻ നോക്കുക, ശേഷം ആ ഡെഫിനേഷൻ വായിച്ച് നോക്കിയാൽ എന്ത് ചെയ്യും? കൃത്യമായിട്ട് കാര്യം മനസ്സിലാവും. ഓക്കെ, അതായത് ക്ലോറോബെൻസീനും NaOHും റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? എന്തുണ്ടാവും? സോഡിയം ഫിനോക്സൈഡ് ഉണ്ടാവും അല്ലേ? സോഡിയം ഫിനോക്സൈഡിൻ്റെ സ്ട്രക്ചറാണെന്ത്? ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ ONA. പിന്നെ അടുത്തത് HCl ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക? ONAയിൽ NA ഉണ്ട്, HClൽ Cl ഉണ്ട്. അപ്പോൾ NAയും Clയും കൂടി എന്ത് ചെയ്യും? NaCl റിമൂവ് ആവും, എന്നിട്ട് H അവിടെ വരിക ചെയ്യുക. അങ്ങനെയാണ് ഫിനോൾ കിട്ടുന്നത്. ഓക്കെ, ജസ്റ്റ് ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഡോസ് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താ? ക്ലോറോബെൻസീൻ ഫ്യൂസ്ഡ് വിത്ത് NaOH at 320 ATM and 623 Kelvin form sodium phenoxide which on acidification with HCl form phenol. ഓക്കെ, ഇതാണ് ഡോസ് പ്രോസസ്. ക്ലോറോബെൻസീനെ ഫിനോളാക്കി മാറ്റാൻ സഹായകമായ റിയാക്ഷൻ.